കായൽ ജലത്തിൽ ബോക്സുകളിലാക്കി വളർത്തുന്ന പച്ചക്കാലൻ ഞണ്ടിന്റെ വലിപ്പവും നിറവും ആരെയും ഒന്ന് ആകർഷിക്കും. 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമെത്തിയ ഞണ്ടുകൾ കാഴ്ചയിൽ ഗംഭീരം. കവായിക്കായലിലെ ഷിബിന്റെ ഞണ്ട് കൃഷി ആരുമൊന്ന് നോക്കി നിൽക്കും. വിദേശ വിപണിയിൽ വൻ മാർക്കറ്റുള്ള മഡ് ക്രാബ് അഥവാ പച്ചക്കാലൻ ഞണ്ട് കൃഷി 2020 മുതലാണ് ഷിബിൻ തുടങ്ങിയത്. 1.5 കിലോ വരെ തൂക്കമുള്ള പച്ചക്കാലൻ ഞണ്ടുകൾ ഇവിടെ നിന്ന് വിദേശ കയറ്റുമതിക്കായി ചെന്നൈയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കിലോവിന് മാർക്കറ്റ് വില 3000 രൂപ വരെ ഉയരും. 3/4 കിലോ മുതൽ 1 കിലോ വരെ തൂക്കമുള്ള ഞണ്ടുകൾക്ക് 1800 മുതൽ 2200 രൂപ വരെ നിലവിൽ വിലയുണ്ട്. നമ്മളെ മഡ് ക്രാബ് എന്ന് പറയുന്ന പച്ചക്കാലൻ ഞണ്ടാണ് മെയിൻ കാശ്. കാരണം വെച്ചാൽ ഈ ഞണ്ടിന് വിദേശ വിപണിയിൽ നല്ലൊരു മാർക്കറ്റിലൊരു ഞണ്ട് തന്നെയാണ്. നിലവിൽ എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ വിദേശ മാർക്കറ്റിൽ ലഭിക്കുന്ന മത്സ്യയിനത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് ഈ പച്ചക്കാലൻ ഞണ്ട്. ആന്ധ്രാപ്രദേശിലെ ഒരു വ്യക്തിയായിട്ട് കോൺടാക്റ്റിലാണ് എനിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. മെയിനായിട്ട് ഈ ഞണ്ട് വളർത്തുന്ന ബോക്സും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയത്. അതൊരു 2020 കൊറോണ ലാസ്റ്റ് ടൈമിൽ ആ സമയത്താണ് ഈ ബോക്സും കാര്യങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ കൂടുതലായിട്ട് ഞണ്ട് വളർത്താൻ തുടങ്ങിയത്. പുഴയിൽ പോകുന്ന മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന വാട്ടർ ക്രാബ് കളക്ട് ചെയ്ത് അത് 1 മാസം 1.5 മാസത്തോളം തീറ്റ കൊടുത്തിട്ട് മഡ് ക്രാബാക്കി മാറ്റുന്ന കൃഷി രീതിയാണ് നിലവിൽ ഞാൻ ചെയ്യുന്നത്. 500 രൂപ കിലോക്ക് എന്ന രീതിയിലാണ് ഞാൻ ആ ഞണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത്. 1 മാസം ഇപ്പോൾ നിലവിൽ 100-150ഓളം ഞണ്ടുകൾ ഞാൻ നിലവിൽ ചെയ്യുന്നുണ്ട്. ഇനി അത് എക്സ്പാൻഡ് ചെയ്തിട്ട് കൂടുതൽ വിപുലീകരിച്ച് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്ന. അതിൻ്റെ സാഹചര്യങ്ങളിൽ ഞാനിപ്പം റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. കായൽ ജലത്തിലെ ഉപ്പിന്റെ അളവും ലഭിക്കുന്ന തീറ്റകളും ഇവയുടെ വളർച്ചയ്ക്ക് പ്രധാന ഘടകമാണ്. പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വാട്ടർ ക്രാബുകൾ 500 രൂപ നിരക്കിൽ വാങ്ങി 1.5 മാസം വരെ വളർത്തിയാണ് കയറ്റുമതിക്കായി ഷിബിൻ തയ്യാറാക്കുന്നത്. ആഴ്ചയിൽ 20 എണ്ണം വീതം ഏജന്റ് മുഖാന്തരം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഞണ്ടെടുക്കുന്ന ഏജന്റുമാരുണ്ട്. നിലവിൽ ഈ പയ്യന്നൂർ ഭാഗത്തും നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തും ഞണ്ട് മാത്രം എടുക്കുന്ന ഏജന്റുമാരുണ്ട്. അവരെടുക്കുകയാണ് ഞാൻ ഈ ഞണ്ട് എത്തിക്കൽ. അപ്പോൾ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ചെന്നൈയിലേക്കാണ് മെയിനായിട്ട് ഈ ഞണ്ട് കയറ്റുമതി ചെയ്യുന്നത്. മെയിനായിട്ട് എൻ്റെ അറിവിൽ മെയിനായിട്ട് ഈ ചെന്നൈയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കിലോന് മുകളിലുള്ള ഞണ്ടാണ് ഞാൻ എടുക്കൽ. ആ ഞണ്ട് മാത്രമേ ഞാൻ എടുക്കലുള്ളൂ. 1/2 കിലോ പ്ലസ് വരുന്ന ഞണ്ട്. ഈ 1/2 കിലോ വരുന്ന ഞണ്ടിന് നിലവിൽ മാർക്കറ്റ് 1200-1300 രൂപ 1 കിലോക്ക് ലഭിക്കും. പിന്നെ 1/2 കിലോ മുതൽ 3/4 കിലോ വരെയുള്ള ഞണ്ടിന് 3/4 കിലോ മുതൽ 1 കിലോ വരെയുള്ള ഞണ്ടിന് 1800 രൂപ 2000 രൂപയുടെ ഇടയിൽ 1 കിലോക്ക് ലഭിക്കും. 1 കിലോ ഫുള്ള് തൂങ്ങുന്ന ഒരു ഞണ്ടിന് നിലവിൽ 2800-3000 രൂപ മാർക്കറ്റുണ്ട്. നിലവിൽ 150 ബോക്സുകളിലായാണ് കവായ് കായലിലെ ഞണ്ട് വളർത്തൽ. ഇവയുടെ വളർച്ചയ്ക്കായി മത്തി 2 നേരങ്ങളിൽ തീറ്റയായി നൽകുന്നു. കായൽ ആസ്വാദനത്തിനായി എത്തുന്നവർക്ക് ഇതൊരു പ്രധാന കാഴ്ച തന്നെ. വിദേശ വിപണി ലക്ഷ്യമാക്കിയുള്ള ഞണ്ട് കൃഷിയാണ് കവായ് കായലിൽ ഷിബിൻ നടത്തിവരുന്നത്. 2020 മുതൽ തുടങ്ങിയ ഈ പച്ചക്കാലൻ ഞണ്ട് കൃഷി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഷിബിൻ്റെ ജീവിതത്തിൽ. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് കവായ് കായലിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.